തിരുവാറന്മുള ക്ഷേത്രത്തിൽ തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ക്ഷേത്രക്കടവിലേക്ക് തിരുവോണത്തോണി എത്തിച്ചേർന്നത്. മങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന ഓണവിഭവങ്ങൾ ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മങ്ങാട്ടില്ലത്ത് നിന്നും മങ്ങാട്ട് ഭട്ടതിരി കൊണ്ടുവന്നിട്ടുള്ള ഓണവിഭവങ്ങളാണ്. ഈ ഓണവിഭവങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണവിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് തിരുവാറന്മുളയപ്പനുള്ള തിരുവോണ സദ്യ തയ്യാറാക്കുന്നത്. എന്തായാലും ഏറെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് തിരുവോണത്തോണി എത്തിച്ചേർന്നത്. ആ തിരുവോണത്തോണിയെ അകമ്പടി സേവിച്ചുകൊണ്ട് നിരവധി പള്ളിയോടങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ ഒരു തിരുവോണത്തോണിയെയും പള്ളിയോടങ്ങളെയും സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അതിരാവിലെ മുതൽ തന്നെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലുണ്ടായിരുന്നു. അവരൊക്കെ ഗോവിന്ദ സങ്കീർത്തനത്തോടു കൂടി ആ തിരുവോണത്തോണിയെ ആചാരപൂർവ്വം സ്വീകരിച്ചു. അതിനുശേഷം ക്ഷേത്രക്കടവിൽ നിന്നും മങ്ങാട്ട് ഭട്ടതിരിയെ ക്ഷേത്ര അധികൃതർ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഇനി ബാക്കി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബാക്കി ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് കാട്ടൂരിൽ നിന്നും കോഴഞ്ചേരി കാട്ടൂരിൽ നിന്നും കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തിരുവോണത്തോണി പുറപ്പെട്ടത്. ഇന്നലെ രാത്രി 6:30 പുറപ്പെട്ട തിരുവോണത്തോണിയാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചേർന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടതാണ്. ഏറെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും മങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയിലേറി തിരുവോണ വിഭവങ്ങളും അതോടൊപ്പം തന്നെ ഭക്തർ കാഴ്ചവെച്ചിട്ടുള്ള വിഭവങ്ങളും അവരുടെ വീടുകളിലൊക്കെ ഉണ്ടായ പച്ചക്കറികളും പഴങ്ങളും അതോടൊപ്പം തന്നെ വെറ്റില അടക്കമുള്ള കാഴ്ചദ്രവ്യങ്ങളും ഒക്കെ തന്നെ ഭഗവാന് വേണ്ടി സമർപ്പിച്ചു. ആ തിരുവോണത്തോണിയിൽ സമർപ്പിച്ചു. ആ വിഭവങ്ങൾ ഉൾപ്പെടെയാണ് തിരുവോണത്തോണിയിൽ ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ആറന്മുള ക്ഷേത്രത്തിൽ ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട തിരുവോണ ദിവസത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ തിരുവോണത്തോണിയുടെ വരവും അതിൻ്റെ സ്വീകരണവും ഒക്കെ. എന്തായാലും ഇന്ന് ഈ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരുവോണ സദ്യ ഉണ്ടാക്കും, വള്ളസദ്യ ഉണ്ടാക്കും. ആ വള്ളസദ്യ ഉച്ചയ്ക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും കഴിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. വള്ളസദ്യ ഉണ്ടതിന് ശേഷമായിരിക്കും മങ്ങാട്ട് ഭട്ടതിരി ഇവിടെ നിന്നും മടങ്ങിപ്പോവുക. മങ്ങാട്ട് ഭട്ടതിരി മടങ്ങുന്നതോടുകൂടി ചടങ്ങുകളൊക്കെ പൂർത്തിയാകും. വള്ളസദ്യ ഉണ്ടതിന് ശേഷം ഈ ക്ഷേത്രത്തിലെ പൂജാരി ഈ കാണിപ്പണം, അതായത് കിഴിപ്പണം മങ്ങാട്ട് ഭട്ടതിരിക്ക് സമർപ്പിക്കും. അതായത് ഇവിടുത്തെ സദ്യവട്ടങ്ങൾ ഒരുക്കിയതിൻ്റെ മിച്ചം തുക അദ്ദേഹത്തിന് തിരികെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സങ്കല്പത്തിനാണ് ആ കിഴിപ്പണം സമർപ്പിക്കുന്നത്. ആ കിഴിപ്പണം പൂർണ്ണമായിട്ടും ഭഗവാനെ തൊഴുതതിന് ശേഷം അത് പൂർണ്ണമായിട്ടും ക്ഷേത്ര ഭണ്ഡാരത്തിൽ തന്നെ നിക്ഷേപിച്ചതിന് ശേഷം മങ്ങാട്ട് ഭട്ടതിരി തിരികെ മങ്ങാട്ടിലത്തേക്കുള്ള യാത്ര ആരംഭിക്കും. തിരികെയുള്ള യാത്ര തിരുവോണത്തേണി ഏറിയിട്ടായിരിക്കില്ല, അത് കരമാർഗമായിരിക്കും എന്നുള്ളതാണ് ഇവിടെയുള്ള നിലനിൽക്കുന്ന ഒരു ആചാരമെന്ന് പറയുന്നത്. അങ്ങനെ തിരികെ അദ്ദേഹം മങ്ങാട്ടിലത്തേക്ക് പോകുന്നതോടുകൂടി ഈ ചടങ്ങുകൾ, ഇന്നത്തെ ചടങ്ങുകളൊക്കെ പരിസമാപ്തിയാകും. എന്തായാലും ഇന്നുകൊണ്ട് ആറന്മുളയിലെ ഓണച്ചടങ്ങുകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളടക്കം വള്ളസദ്യ അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ഒപ്പം മുത്തിട്ടാതി ജലമേള അടക്കം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, നാളുകൾ നീണ്ടു നിൽക്കുന്ന തിരുവോണാഘോഷ ചടങ്ങുകളാണ് തിരുവാറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടക്കുന്നത്. എന്തായാലും ഈ വർഷവും ആ ഒരു പൂർവ്വശോഭയിൽ തന്നെ ആ ചടങ്ങുകളൊക്കെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ തിരുവോണത്തോണി വന്നു. ആ ചടങ്ങുകൾ എന്തായാലും ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം കാട്ടൂരില്ലത്തിൽ നിന്നാണ് ഈ മങ്ങാട്ട് ഭട്ടതിരി പുറപ്പെടുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയം കുമാരനെല്ലൂരിലുള്ള മങ്ങാട്ടില്ലത്താണ്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഈ അടുത്ത വർഷങ്ങളായിട്ടൊക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും അദ്ദേഹം 3 ദിവസം മുൻപെയാണ് യാത്ര പുറപ്പെട്ടത്. തുടർന്ന് 2 ദിവസം മുൻപേ അദ്ദേഹം ആറന്മുളയിലെത്തി. തുടർന്ന് ഇന്നലെ രാവിലെ അദ്ദേഹം കാട്ടൂരിലേക്ക് പോയി. ഇന്നലെ വൈകിട്ട് കാട്ടൂരിൽ നിന്നും അദ്ദേഹം തിരുവോണത്തോണിയിലേക്ക് കയറി ഈ ഓണവിഭവങ്ങളുമായിട്ട് കാട്ടൂരിൽ നിന്നുള്ള യാത്ര ആരംഭിച്ചു. പമ്പാ നദിയിലൂടെ ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആ ഒരു യാത്രയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ക്ഷേത്ര കടവിലെത്തിച്ചേർന്നത്. തുടർന്ന് വലിയ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആ ഒരു തിരുവോണത്തോണി ക്ഷേത്രക്കടവിലെടുത്തു. അതിനുശേഷം ആ ഓണവിഭവങ്ങളൊക്കെ തിരുവാറന്മുളയപ്പന് സമർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ആറന്മുളയിൽ മാത്രം കണ്ടുവരുന്ന ആചാരാനുഷ്ഠാനങ്ങളാണിത്. മറ്റൊരു ക്ഷേത്രങ്ങൾക്കോ മറ്റൊരു നാടിനോ അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ആചാര വൈവിധ്യങ്ങളാണ് തിരുവാറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഓണനാളുകളിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് തിരുവോണ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് 2 മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിപുലമായിട്ടുള്ള തിരുവോണാഘോഷ ചടങ്ങുകളാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെടുന്ന രീതിയിൽ നടക്കുന്നത്. അതായത് 2 മാസം, അതായത് വള്ളസദ്യ അടക്കമുള്ള ചടങ്ങുകൾ ഇതിന് മാസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വള്ളസദ്യകൾ, ആ വള്ളസദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ, പള്ളിയോടങ്ങൾ വരുന്നതടക്കമുള്ള ചടങ്ങുകളും കൃത്യമായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന്
ആ, ആ ചടങ്ങുകളൊക്കെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തിരുവോണത്തോണിയുടെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളും ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഉത്രട്ടാതി ജലമേളയാണ് ഇനി നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത്. അത് ഉത്രട്ടാതി നാളിലാണ്, അത് 2 ദിവസത്തിന് ശേഷമാണ് ഉത്രട്ടാതി ജലമേള നടക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ചടങ്ങ് തന്നെയാണ്. അതായത് ഒരു മത്സര വള്ളംകളി എന്നുള്ളതിനുപരിയായിട്ടൊരു ആചാരപൂർവ്വം നടക്കുന്ന ഒരു ജലമേളയായിട്ട് ആറന്മുളയിലെ ഉത്രട്ടാതി ജലമേള പ്രസിദ്ധമാണ്. എന്തായാലും ആ ജലമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങളുടെ കാത്തിരിപ്പാണ്. ഇനി 2 ദിവസങ്ങൾക്ക് ശേഷം ഉത്രട്ടാതി ജലമേള ആറന്മുള ഈ സത്രക്കടവിൽ നിന്ന് നടക്കും. അതൊക്കെ കാണുവാനായിട്ടും അനുഭവിക്കുവാനായിട്ടും ഒക്കെ എല്ലാ വർഷവും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരൊക്കെ ആറന്മുള ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാറുള്ളതാണ്. എന്തായാലും ഈ വർഷവും വലിയ തിരക്കിലേക്ക് തന്നെ ഈ ദിവസങ്ങളിൽ ആറന്മുള ക്ഷേത്രം മാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവോണ ദിവസം പുലർച്ചെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്ന വലിയ ഭക്തജനത്തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തുനിന്ന് പോലും വലിയ ക്യൂവിലേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഭക്തജനത്തിരക്കിലേക്ക് തിരുവോണ നാളിൽ പുലർച്ചെ തന്നെ ആറന്മുള ക്ഷേത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ്. അവിടെ ഭക്തർ ഭഗവാനെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തിരക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഏറെ ആചാര നിബിഡമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അതോടൊപ്പം തന്നെ ചടങ്ങുകളും കൊണ്ട് സമൃദ്ധമായിട്ടാണ് ഈ തിരുവോണ ദിവസം ആറന്മുള ക്ഷേത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവോണത്തോണിയെ ഭക്ത്യാദരപൂർവ്വം ആചാരപൂർവ്വം തന്നെ ഭക്തജനങ്ങൾ സ്വീകരിച്ചു, ആനയിച്ചു. അതിനുശേഷം ഓണവിഭവങ്ങളൊക്കെ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ചടങ്ങുകളൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ നടക്കേണ്ടതായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മങ്ങാട്ട് ഭട്ടതിരി അടക്കമുള്ള ആളുകൾ, പ്രമുഖരായിട്ടുള്ള ആളുകൾ അവർ ക്ഷേത്രത്തിനുള്ളിലുണ്ട്. ബാക്കി ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും തിരുവോണ സദ്യയുണ്ട്. ആ തിരുവോണ സദ്യ ഈ രീതിയിൽ ഈ മങ്ങാട്ട് ഭട്ടതിരി കൊണ്ടുവന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന തിരുവോണ സദ്യയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്തായാലും ഭക്തർക്കൊക്കെ കഴിക്കുവാനായിട്ട് അവസരമുണ്ട്. തിരുവോണ സദ്യ, തിരുവാറന്മുളയപ്പൻ്റെ തിരുവോണ സദ്യ ഉണ്ണുക എന്ന് പറയുന്നത് ഓരോ ഭക്തരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പതിനായിരക്കണക്കിന് തീർത്ഥാടകർ ഈ തിരുവോണ സദ്യ വള്ളസദ്യ ഉണ്ണുവാനായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ഒപ്പം വരുന്ന ദിവസങ്ങളിലും വള്ളസദ്യ തുടരുന്നുണ്ടാവും. അതായത് സെപ്റ്റംബർ 16 വരെയുള്ള ദിവസങ്ങളിൽ വള്ളസദ്യ ഉണ്ടാകും. ഈ ദിവസങ്ങളിലൊക്കെ ഭക്തർക്ക് ഇവിടെ എത്തി വള്ളസദ്യ ഉണ്ടാകാനുള്ള അവസരമുണ്ട്. എന്തായാലും ഇനി ഉത്രട്ടാതി ജലമേളയുണ്ട്. അത് കഴിഞ്ഞാൽ അഷ്ടമിരോഹിണി ദിവസം സെപ്റ്റംബർ 4-ാം തീയതി ഭഗവാന്റെ ജന്മദിനമാണ്. ആ ദിവസത്തിൽ പ്രത്യേക പൂജകളും അതോടൊപ്പം തന്നെ വഴിപാടുകളും ഒപ്പം അഷ്ടമിരോഹിണി വള്ളസദ്യയും അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കും. വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതൊക്കെയാണ്. എന്തായാലും അതിനുശേഷവും സെപ്റ്റംബർ 16 വരെയുള്ള ദിവസങ്ങളിൽ വള്ളസദ്യ ചടങ്ങുകൾ തുടരും. 2 മാസക്കാലമാണ്. അതായത് കർക്കിടകം 15 മുതൽ കന്നിമാസം 15 വരെയുള്ള ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. എന്തായാലും ഏറെ വിപുലമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക, അതിൽ ഭഗവാനെ കണ്ട് തൊഴുക, അതിൻ്റെ അനുഭവിച്ചറിയുക എന്നുള്ളതൊക്കെ ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാ വർഷവും ആ രീതിയിൽ ആ ചടങ്ങുകൾ കണ്ടു തൊഴുവാനായിട്ടൊക്കെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുള്ളതാണ്. എന്തായാലും ഈ വർഷവും സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണ് ആറന്മുള ക്ഷേത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഈ തിരുവോണത്തോണി വന്ന സമയത്ത് കാലാവസ്ഥയൊക്കെ നല്ല മഴയുടെ ഒരു കാലാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഭക്തജനങ്ങളുടെ വരവിനൊന്നും അത് ബാധിച്ചിട്ടില്ല. വലിയ സംഖ്യയിൽ തന്നെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും നൂറുകണക്കിന് തീർത്ഥാടകർ ഇപ്പോൾ തന്നെ ഭഗവാനെ കാണുവാനായിട്ടും ഈ ചടങ്ങുകൾ കണ്ടുവരുവാനായിട്ടുമൊക്കെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ ചടങ്ങുകൾ വളരെ വിപുലമായിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആറന്മുളയിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ചടങ്ങുകൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ക്ഷേത്രത്തിനുള്ളിലെ പ്രത്യേക പൂജാ ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആറന്മുളയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഏറെ പവിത്രമായിട്ടുള്ള അതോടൊപ്പം തന്നെ ഏറെ വൈവിധ്യം നിറഞ്ഞ ആചാരാനുഷ്ഠാന ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ ഈ തിരുവോണ നാളിലും അതോടൊപ്പം തന്നെ ഓണവുമായി ബന്ധപ്പെട്ട മറ്റ് ദിവസങ്ങളിലുമൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അതിനെ ഭക്ത്യാദരപൂർവ്വം ഓരോ ഭക്തനും ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ചടങ്ങുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭക്തജന സാന്നിധ്യത്തിൽ തന്നെയാണ് തിരുവോണപ്പുലരിയിൽ ആറന്മുള ക്ഷേത്രം ഉള്ളത്. ഇപ്പോൾ തന്നെ വലിയ ഭക്തജനങ്ങളുടെ വലിയ നീണ്ട നിര ഭഗവാനെ കണ്ടു തൊഴുവാനായിട്ട് എന്തായാലും അനുഭവപ്പെടുന്നുണ്ട്. ഏറെ പ്രാധാന്യമുള്ള തിരുവോണത്തോണിയുടെ വരവടക്കമുള്ള ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രക്കടവിലെത്തി. ഒപ്പം തിരുവോണത്തോണിയെ അനുഗമിച്ചുകൊണ്ട് 10ഓളം പള്ളിയോടങ്ങളും ക്ഷേത്രക്കടവിലേക്ക് ഇന്നിപ്പോൾ എത്തിച്ചേർന്നു. എന്തായാലും ഗോവിന്ദ തിരുനാമ സങ്കീർത്തനങ്ങൾ വിളിയോളോട് കൂടിയിട്ടാണ്, പ്രാർത്ഥന നാമജപങ്ങളോട് കൂടിയിട്ടാണ് ഭക്തർ തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. എന്തായാലും ഇന്നലെ വൈകിട്ട് 6:30 മണിയോട് കൂടിയിട്ടാണ് കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തിരുവോണത്തോണി പുറപ്പെട്ടത്. ആ തിരുവോണത്തോണിയെ അവിടെ നിന്നും യാത്രയാക്കാനും വലിയ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ തത്സമയം കാണിച്ചതാണ് അവിടുത്തെ ആ ഭക്തജന സാന്നിധ്യവുമൊക്കെ. ആ വലിയ ഭക്തജന സാന്നിധ്യത്തിലാണ് അവിടുത്തെ ചടങ്ങ്, കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും തിരുവോണത്തോണി ഇതാ എത്തിയിരിക്കുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഗോകുൽ പങ്കുവച്ചത്. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഫസ്റ്റ് എഡിഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ